പഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര യോഗം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അടിയന്തര യോഗത്തിലെ ബഹളത്തെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 2 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളാണുള്ളത്. സർക്കാരിന്റെ പുതിയ തീരുമാനമനുസരിച്ച് ഒരു ബ്ലോക്ക് CHC ആണ് വരേണ്ടത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിക്കാതെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ പ്രസിഡന്റ് ഏകപക്ഷീയമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചതിൽ പ്രതിഷേധിച്ച് UDF അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സമരത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബി ജോർജ് നിർവഹിച്ചു. പാമ്പാക്കുട ഹോസ്പിറ്റലും രാമപുരം ഹോസ്പിറ്റലും CHC ആയി നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗങ്ങൾ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ പാമ്പാക്കുട ആശുപത്രിയെ തഴഞ്ഞ് രാമപുരത്തെ മാത്രം ബ്ലോക്ക് CHC ആയി നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സ്മിത എൽദോസ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഒരു കത്തയച്ചു. ആ കത്തയച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ലെറ്റർ പാഡിൽ ഔദ്യോഗികമായിട്ടാണ്. ഞങ്ങളുടെ നിലപാട് ഇതാണ്: രാമപുരത്തെയും ഹോസ്പിറ്റലിനെയും പാമ്പാക്കുട ഹോസ്പിറ്റലിനെയും രണ്ടും നിലവിൽ CHCകളാണ്. രണ്ടും ബ്ലോക്ക് CHCകളായി തുല്യ പരിഗണനയോടെ നിലനിർത്തണം. പ്രസിഡന്റ് കൊടുത്ത കത്തിൽ പറയുന്നു, പാമ്പാക്കുട ആശുപത്രിയിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, പാമ്പാക്കുട ആശുപത്രിക്ക് അതിന് യോഗ്യതയില്ല, അതുകൊണ്ട് അത് പറ്റില്ല, രാമപുരത്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എൽസി ടോമി അറിഞ്ഞിട്ടില്ല, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അറിഞ്ഞിട്ടില്ല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായിട്ട് ഇത് ചർച്ച ചെയ്തിട്ടില്ല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിലൂടെ ചർച്ച പോലും ചെയ്യാതെ ഏകപക്ഷീയമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കത്ത് കൊടുത്തു. അതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയകുമാരി സോമൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ഷീല ബാബു, കുഞ്ഞുമോൻ ഫിലിപ്പ്, ലളിത വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ തീരുമാനപ്രകാരം 2 ഹെൽത്ത് ബ്ലോക്കുകളുള്ള റവന്യൂ ബ്ലോക്ക് 2 ഹെൽത്ത് ബ്ലോക്കുകളെ അങ്ങോട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഒറ്റ ഹെൽത്ത് ബ്ലോക്കായി കൊണ്ടുവരണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പാമ്പാക്കുട ഹെൽത്ത് സെൻറ്റർ, അതായത് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാമ്പാക്കുട ഹെൽത്ത് സെൻറ്റർ, അങ്ങനെ ഒരു നിയമം കൂടി പറയുന്നുണ്ട്. നമ്മുടെ റവന്യൂ ബ്ലോക്കിൻ്റെ പേര് നിലനിർത്തുന്ന ഹെൽത്ത് ബ്ലോക്ക് ആയിരിക്കണം ഈ CHC പാറ്റേണിലേക്ക് വരേണ്ടതെന്ന് ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. അതനുസരിച്ച് പാമ്പാക്കുട ഹെൽത്ത് ബ്ലോക്കിനെ തിരഞ്ഞെടുക്കുകയും പാമ്പാക്കുട ഹെൽത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി എന്നുള്ള ഒരു കമ്മിറ്റിയിൽ ഒരു ചർച്ചയുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 27/5/2024 ഉണ്ടായ തീരുമാനം അത് കമ്മിറ്റിയിൽ അറിയിക്കുകയും അതനുസരിച്ച് 27,06,000 രൂപ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡായിട്ട് ലഭിക്കുകയും പാമ്പാക്കുട ഹോസ്പിറ്റലിൽ ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാമ്പാക്കുട ആശുപത്രിയെ ആ ഒരു പദവിയിൽ നിന്ന് മാറ്റി രാമമംഗലം ആശുപത്രി തിരഞ്ഞെടുത്തു എന്നുള്ളത് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ആരും അറിയാതെ ഒരു കത്ത് പ്രസിഡന്റ് കൊടുത്ത് അതിലേക്ക് വന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ എങ്ങനെയാണോ രാമമംഗലത്തും പാമ്പാക്കുടയിലും ആശുപത്രികൾ CHC ആയി നിലനിൽക്കണം, ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ എന്നുള്ള നിലവിലുള്ള ഉത്തരവ് 5/12 DMO ഇറക്കിയിരിക്കുന്ന ഉത്തരവ് അതാണ്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് പാമ്പാക്കുട CHCയും രാമമംഗലം CHCയും ഒരേ തുല്യ പദവി വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി റവന്യൂ അടിസ്ഥാനത്തിൽ ആരോഗ്യ ബ്ലോക്കുകളെ തീരുമാനിച്ചപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം എന്ന് DMOയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വന്നത്. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി രാമമംഗലത്തിന് വേണമെന്നോ പാമ്പാക്കുടയ്ക്ക് വേണമെന്നോ നാളിതുവരെ പറഞ്ഞിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് MLA, നമ്മുടെ അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെയുള്ള MLAമാർ ഇതിൻ്റെ പല കീച്ചേരി ഉൾപ്പെടെയുള്ള ആശുപത്രിയിലും ഇതേ തരത്തിലുള്ള പ്രതിസന്ധി വന്നപ്പോൾ കൂടുതൽ സ്ഥല സൗകര്യങ്ങളുള്ള പരിഗണിക്കണം എന്നുള്ള രീതിയിൽ അത് ഞങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷമേ ചെയ്യാവുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ആ ഉത്തരവ് മരവിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം MLAയുടെ നേതൃത്വത്തിൽ DMOയുടെ നിർദ്ദേശപ്രകാരം MLAയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ബ്ലോക്ക് പഞ്ചായത്ത് വിളിച്ചു ചേർത്തതോ അനൂപ് ജേക്കബ്
ഇപ്പോൾ MLA വിളിച്ച യോഗമാണ്. അവിടെയും ആണ് തീരുമാനമെടുത്ത് അതിൽ ആ ഡിവിഷനിൽ ആശുപത്രികൾ വരുന്ന ഡിവിഷനിലെ അംഗങ്ങളും പാമ്പാക്കടയിലെയും രാമംഗലത്തെയും പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് ഇതുവരെ ഒരു തീരുമാനവും ഈ പാമ്പാക്കടയെ വീഴ്ത്തി കാണിക്കുന്നതിനോ രാമംഗലത്തെ ഉയർത്തി കാണിക്കുന്നതിനോ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ രാമമംഗലം CHCയും പാമ്പാക്കട CHCയും നമ്മുടെ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ CHCകളാണ്. നമ്മൾ തിരിച്ചൊരു വിവേചനമില്ലാതെയാണ് നമ്മൾ ഇതുവരെ പോയിരുന്നത്. അതിൻ്റെ ഒരു പദവി രാമമംഗലത്തിനായിരുന്നു ഇതിൻ്റെ പദവി നിലവിൽ നേരത്തെ ഉണ്ടായിരുന്നത്. ആ പദവി നഷ്ടപ്പെട്ടപ്പോൾ ആ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ ഞാൻ ആരോഗ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുക മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ അല്ലാതെ അത് പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കമ്മിറ്റി തീരുമാനമായോ ഒന്നുമല്ലാതെ നമ്മൾ കൊടുത്തൊരു കത്താണ്. ഒരു പ്രസിഡന്റിൻ്റെ ലെറ്റർ പാഡിൽ മാത്രമാണ് ആ കത്ത് പോയിരിക്കുന്നത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു തീരുമാനം വന്നതായിട്ട് എനിക്കറിവില്ല. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.